എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ശിഷ്യനാണ് ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു. ഒരു ശിഷ്യനും ഗുരുനാഥനുമാണ് ഇവർ രണ്ടുപേരും. ഒരിക്കൽ ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ കുറേ കാലമായി ചങ്ങാതി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഉസ്താദ് ഒരിക്കൽ അവിടെ നിന്ന് ചോദിച്ചു, മിൻ കം സനാ സാഹിബൻ. അവിടെ ചോദിച്ചു, നീ എൻ്റെ കൂടെ കൂടിയിട്ട് എത്ര കൊല്ലായെന്ന് വെച്ച്. എൻ്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നിട്ട് നീ എത്ര വർഷമായി? ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് വഅദ് കേൾക്കുന്നുണ്ട്. വഅദുകൾ മാത്രമല്ല, ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുന്നതല്ലാതെ ജീവിതത്തിലൊന്നുമില്ല. സത്യത്തിൽ ഒരു വഅദ് കേട്ടുകഴിഞ്ഞാൽ ആ വഅദിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. ഇപ്പൊ 2-3 ദിവസം മുമ്പ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പടച്ചവൻ മരിക്കുന്ന കാലം വരെ നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ പുറകിൽ സഞ്ചരിക്കാനും നാളെ റബ്ബിന്റെ സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 2-3 ദിവസം ഇങ്ങനെ മംഗലാപുരത്ത് വഅദ് പറഞ്ഞപ്പോൾ പറഞ്ഞു, പണ്ടത്തെ കാലങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ട് വരുന്ന മനുഷ്യൻ വഅദ് കേട്ട് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പോകും. എത്ര ചിരിച്ചോ സന്തോഷവാനായി വരുന്ന മനുഷ്യനാണെങ്കിലും വഅദ് കഴിഞ്ഞാൽ നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ടാ പോണെത്ര. ഇപ്പൊ കരഞ്ഞുകൊണ്ട് വരുന്നവൻ പോലും വഅദ് കേട്ട ചിരിച്ചോണ്ടാ പോണെത്ര. ഏതാ ഇന്നത്തെ വഅദുകൾ. പണ്ടത്തെ വഅദുകളും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നില്ല. അപ്പൊ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഖാത്തിമുൽ അസം തങ്ങൾ ഇപ്പൊ ചോദിച്ചു, എത്ര കൊല്ലമായി നീ എൻ്റെ അടുക്കൽ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് പഠിക്കാൻ വന്നിട്ട് കുറെ കാലമായല്ലോ. അവിടെ നിന്ന് മഹാനവറുകൾ പറഞ്ഞു, കാലമുന്തു സലാസിൻ വ സലാസീന സന. 33 വർഷമായി ഉസ്താദെ ഞാൻ നിങ്ങളുടെ കൂടെ ഇൽമു പഠിക്കാൻ വന്നിട്ട്. എൻ്റെ മുത്തലിങ്ങളൊക്കെ കേൾക്കണം, 5-6 കൊല്ലമല്ലട മക്കളെ, 33 വർഷം. 33 വർഷമായിട്ട് ഞാൻ ഉസ്താദെ അങ്ങയുടെ കൂടെ നടക്കുകയാണ് ഇൽമു പഠിക്കാൻ. ഉസ്താദിന് വല്ലാത്ത അത്ഭുതം തോന്നി. മഹാനവറുകൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഫഹാദാ തഅല്ലംതു മിന്നി മിഹാദിഹിൽ മുദ്ദ. ഈ കഴിഞ്ഞ 33 വർഷത്തിന്റെ ഇടയിൽ നീ എന്നിൽ നിന്ന് എന്തറിവാ പഠിച്ചത്? എന്തെങ്കിലും ഒരു അറിവ് നിനക്ക് കിട്ടിയോ? 33 വർഷക്കാലമായല്ലോ നീ എൻ്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈ 33 കൊല്ലം കൊണ്ട് നിനക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? നിനക്ക് എന്ത് അറിവാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് 33 വർഷക്കാലം, 33 എന്ന് വെറുതെ പറഞ്ഞ് കളയാറുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 33 വയസ്സിന് വല്ലാത്ത മഹത്വമുള്ളതാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ്. 33 വർഷക്കാലം ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ ഇൽമു പഠിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ ഉസ്താദ് ചോദിച്ചു, നിനക്ക് എന്ത് അറിവാണ് കിട്ടിയത്? 33 വർഷക്കാലം നിന്റെ ജീവിതത്തിന്റെ പകുതി നീ എന്റെ മുന്നിൽ ചെലവഴിച്ചു കഴിഞ്ഞല്ലോ. എന്ത് അറിവാണ് നിനക്ക് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോ ശിഷ്യനപടം പറയുന്ന ഉസ്താദ്, കാല സമാനിയ മസായില, 8 അറിവുകളാണ് എനിക്ക് പഠിക്കാൻ കഴിയുന്നത്. 33 വർഷക്കാലം അങ്ങയുടെ കൂടെ ഇൽമു പഠിക്കാൻ നടന്നിട്ട് ഞാൻ 8 മസലകളാണ് പഠിച്ചത്. ഉസ്താദിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ഉസ്താദിന് വല്ലാത്ത അത്ഭുതമാവുകയാ. അവിടെ നിന്ന് ചോദിക്കുന്ന, 33 വർഷം കൊണ്ട് 8 അറിവുകളാണോ പഠിച്ചത്? അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദ് എനിക്ക് കള്ളം പറയാൻ കഴിയില്ലല്ലോ, ഞാനതാ 8 അറിവുകളാണ് പഠിച്ചത്. ഗുരുനാഥന് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹത്താ അസ്മഅഹാ, നീ പഠിച്ച 8 അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, 33 വർഷക്കാലം കൊണ്ട് ഒരു ഗുരുനാഥന്റെ അടുക്കൽ നിന്ന് ഒരു ലോകമറിയുന്ന പണ്ഡിതനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പഠിച്ചെടുത്ത 8 മസലകളുണ്ടല്ലോ, 8 അറിവുകളുണ്ടല്ലോ. എന്തിനാണ് ഇവിടെ പറയുന്നതെന്നറിയുമോ? ഈ പറയുന്ന 8 അറിവുകൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന മസലകൾ
അവസരങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന നന്മകളുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞ നമ്മുടെ ദുനിയാവും രക്ഷപ്പെടുകയാണ്, ആഖിറവും രക്ഷപ്പെടുകയാണ്. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോട് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മരണപ്പെടുന്നത് പോലെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തില് എന്നിട്ടും അവസാനം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാകാൻ ഈ പറയുന്ന 8 അറിവുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ അതാ നമുക്കതിൽ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് ചരിത്രങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ചോദിക്കുകയാ, ആ 8 അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്റെ അടുക്കൽ നിന്ന് നീ പഠിച്ചെടുത്ത ഈ 8 മസലകൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനവറുകൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദരാ, ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നദർതു ഇലാ ഹാദിഹിൽ ഖൽഖി കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബാ. ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളെല്ലാവരും ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നവരുണ്ട്. ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു കൂട്ടുകാരനുണ്ട്, ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അത് ചിലപ്പോ നിന്റെ വാപ്പയാകാം, അല്ലെങ്കിൽ നിന്റെ ഉമ്മയാകാം, അല്ലെങ്കിൽ നിന്റെ കൂടപ്പിറപ്പാകാം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയാകാം, അല്ലെങ്കിൽ നിന്റെ മക്കളാകാം, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരാകാം. ഞാനും നിങ്ങളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പലരെയും സ്നേഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചെറുപ്പക്കാര് പറയുന്നത്, ഇവൻ എന്റെ ചങ്കാണ്, ഇവൻ എന്റെ കരളാണ്. എത്ര വലിയ ചങ്കാണെങ്കിലും എത്ര വലിയ കരളാണെങ്കിലും ഞാനും നിങ്ങളും ജീവൻ കൊടുത്തു സ്നേഹിച്ചാലും എന്തെല്ലാം മോഹങ്ങൾ കൊടുത്താൽ ഈ സ്നേഹിക്കുന്നവര് മുഴുവനും എന്നെയും നിങ്ങളെയും കൈവിടുന്ന ഒരു രംഗം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നിന്റെ വാപ്പയാകട്ടെ, നിന്റെ ഉമ്മയാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, നിന്റെ മക്കളാകട്ടെ, നിന്റെ കൂടെ പറപ്പാകട്ടെ, നിന്റെ കുടുംബക്കാരാകട്ടെ, നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാൽ ഇവരെല്ലാവരും നമ്മളെ കൈവിടുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് കൈവിടുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും അതാ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതാ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ. അതാ മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എന്നെയും നിങ്ങളെയും പടച്ചവനെ വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് നല്ലതുപോലെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്നിട്ട് വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ നമ്മളെ യഥാ പൊതിയുകയാണ്. എന്നിട്ട് അതാ കവി പറയുന്ന നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞിയെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്ന, കാണാറുള്ളവരൊക്കെ കണ്ടോ? അങ്ങനെ എല്ലാവരും തിരക്കാണ്. അവസാനമായി നമ്മളെയും ഒന്ന് കാണാൻ, അവസാനമായി എന്നെയും നിങ്ങളെയും ഒന്ന് കാണാൻ നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. അവസാനം ഇങ്ങനെ തിരക്ക് കൂടുമ്പോ കുടുംബക്കാര് തന്നെ പറയുകയാണ്, കണ്ടതൊക്കെ മതി പൊതിയാൻ,
കണ്ടതൊക്കെ മതി പൊതിയാൻ എന്തൊരു തിരക്കെന്നറിയുമോ? അവസാനം 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞു കഴിഞ്ഞോ, 3 കെട്ടുകളും കെട്ടിക്കഴിഞ്ഞോ. എന്നിട്ട് പടച്ചവൻ ഇവിടത്തെ പള്ളിയിൽ നിന്ന് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, ആ വാഹനത്തിന്റെ മുകളിലേക്ക് നിന്നെ താങ്ങിയെടുത്തു കൊണ്ടുവന്ന് കിടത്തുകയാണ്. എന്നിട്ട് 6 പേര് ആ മയ്യത്ത് കെട്ടില് ചുമലിലേക്ക് ഉയരുകയാ. നിന്റെ വീടിനകത്ത് നിന്ന് നിന്റെ ജനാസ ഇറങ്ങുമ്പോ ഭാര്യ സലാം പറയുകയാ, ഉമ്മ സലാം പറയുകയാ, കുടുംബത്തിലെ പെണ്ണുങ്ങൾ സലാം പറയുകയാ. എല്ലാവരോടും സലാം പറഞ്ഞ് നിന്റെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുകയാണ്. മയ്യത്ത് കാണാമെന്നവരുണ്ടല്ലോ, ഒരുപാട് പേര് നിന്റെ മയ്യത്ത് കാണാമെന്നോ. പക്ഷേ പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ഈ വന്നവരെല്ലാവരും വരാറില്ല, ഈ വന്നവരെല്ലാവരും വരാറില്ല. അതിൽ പടച്ചവനെ കുറെ ആൾക്കാർ അവിടെ വെച്ച് തന്നെ പിരിഞ്ഞു പോവുകയാ. അവസാന പള്ളിയിൽ കൊണ്ടുവന്നു, മയ്യത്ത് പള്ളിക്കകത്ത് കയറ്റി വെച്ചു. ഇമാമ നമസ്കരിക്കാമ കിടന്നു വന്നു. അവിടെ നിന്ന് പടച്ചവനെ മരണത്തെ കുറിച്ച് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പടച്ചറപ്പേ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് ദുആ ചെയ്തു. അത് കഴിഞ്ഞ് നിന്നെ മയ്യത്ത് കെട്ടിനകത്ത് നിന്ന് പതുക്കെ എടുത്തിയിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ആ വന്നവരിൽ നിന്ന് രണ്ടാമത്തെ വിഭാഗം പിരിയുകയാണ്. പിന്നെ ഒരു വിഭാഗമാണ് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങി വരുന്നത്. അവസാനം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് നിന്നെ താങ്ങി ഇറക്കിയിട്ട് 3 കെട്ടുകളും അടിച്ചു മാറ്റിയിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരി നിന്റെ കബളിന്റെ താഴെ വെക്കുകയാണ്. അത് കിടന്ന് പലകയെടുത്ത് നിരത്തുകയാണ്. എല്ലാ പലകകളും എടുത്ത് നിരത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിടിമണ്ണ് വാരിയിടുന്ന രംഗമാ. എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ്. ആ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞ ആ നിൽക്കുന്നതിൽ 3ാമത്തെ വിഭാഗം പിരിയുകയാ. പടച്ചവനെ ആ പള്ളിപ്പറമ്പിൽ നിന്നവരിൽ പിന്നെയും ഒരു വിഭാഗം പിരിഞ്ഞു പോവുകയാണ്. അവസാനം നിന്നോട് ഏറ്റവും അടുത്തവര് കുറെ ആൾക്കാരാ പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. പടച്ചവനെ നിന്റെ മയ്യത്തിറക്കിയിട്ട് മണ്ണുകൾ മുഴുവനും വാരിയിട്ടിട്ട് അവസാനം കബറിന്റെ മുകളിൽ 2 ചെടികൾ നടുകയാണ്. പടച്ചവനെ പള്ളിയിലെ ഉസ്താദ് കടന്നു വന്നു, മുഅദ്ദിൻ കടന്നു വന്നു, കബറിന്റെ മുകളിൽ വെള്ളമൊടിച്ചു, യാസീൻ ഓതുകയാണ്. നിന്റെ കബറിന്റെ ചാരത്ത് വെച്ച് യാസീൻ ഓതി. അവസാനം യാസീൻ ഓതി ദുആ ചെയ്ത് കഴിയുമ്പോ ആ കബറിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയവര് മുഴുവനും മഅസ്സലാമാ, എല്ലാവരും നിന്റെ കബറിന്റെ ചാരത്ത് വെച്ച് സലാം പറയുകയാ. എല്ലാവരും കബറിന്റെ ചാരത്ത് വെച്ച് സലാം പറയുകയാ. എല്ലാവരും അവിടെ നിന്ന് പിരിയുകയാണ്. എല്ലാവരും അവിടെ നിന്ന് പിരിയുകയാണ്. പടച്ചുറപ്പേ നീ സ്നേഹിച്ചവര് മുഴുവനും അവിടെ വരെയേ വരത്തുള്ളടാ ചെറുപ്പക്കാരാ. ഖാതിമുൽ സമ്മതങ്ങളെ പറയുകയാണ്. ഞാൻ നോക്കുമ്പോ എത്ര കണ്ട് സ്നേഹിച്ചവരാകട്ടെ, ഈ സ്നേഹിക്കുന്നവര് മുഴുവനും പള്ളിപ്പറമ്പ് വരെ വരാറുള്ളൂ. ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി ദുആ ചെയ്ത് കഴിഞ്ഞാ എല്ലാവരും പിരിയുകയാണ്. എല്ലാവരും സലാം പറയുകയാണ്. ഖാതിമുൽ സമ്മതങ്ങള് പറയുന്ന ഉസ്താദേ, ഇങ്ങനെ പിരിയുന്നവരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇങ്ങനെ പിരിയുന്നവരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാ? ഉമ്മാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. ഭാര്യ ഒരിക്കൽ പോലും പിരിയാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട്. മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പിരിയാൻ കഴിയാത്ത കൂട്ടുകാരുണ്ട്. പക്ഷേ എല്ലാവരും എവിടെ വരെ വരൂ? പള്ളിപ്പറമ്പ് വരെ വരൂ. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇദാ വസല ഇലാ ഖബരിഹി, എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ വരികയുള്ളൂ. അതുകൊണ്ടാണ് മരണപ്പെട്ടു പോയവരെ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇദാ മാത ഇബ്നു ആദം ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങളെ മരിച്ചവന്റെ കൂടെ വരാറുള്ളൂ. ഈ വഅദ് പറയുന്ന ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാ എന്നെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ, ആ ഖബറിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോ എന്റെ ഖബറിൽ കൂട്ടായി വരുന്നത് മൂന്ന് കാര്യമേ ഉള്ളൂ. മൂന്ന് കാര്യം അള്ളാന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സദഖത്തുൻ ജാരിയ, പള്ളികൾക്ക് കൊടുത്തത്, മദ്രസകൾക്ക് വേണ്ടി കൊടുത്തത്, ഖുർആൻ വാങ്ങി കൊടുത്തത്, അല്ലാഹുവേ കിണർ കുടിച്ച് കൊടുത്തത്, വെയിറ്റിംഗ് ഷെഡ് കെട്ടി കൊടുത്തത്, ഇതുപോലെ ജാരിയായ സദഖയുണ്ടല്ലോ, അത് ഖബറിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിൽ എനിക്ക് സഹായമായി വരുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ജാരിയായ സദഖ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ ചിലര് പള്ളി കെട്ടി കൊടുക്കാറുണ്ട്, ചിലര് പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മദ്രസകൾക്ക് ഹാഫിദീങ്ങളായ കുട്ടികൾക്ക് ഒരു മുത്തഅല്ലിമീങ്ങളുടെ ചിലവ് ഏറ്റെടുത്തവരെ പഠിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ വാങ്ങി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കിണർ കുത്തി കൊടുക്കാറുണ്ട്, വെയിറ്റിംഗ് ഷെഡൊക്കെ. ഇവിടെ ഇപ്പൊ ചങ്ങായിമാരെ പോയ ചങ്ങായിയൊക്കെ ഇലക്ഷനൊക്കെ നിൽക്കണങ്ങാതി. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ജാരിയായ സദഖകൾ. ഇതൊക്കെ ഖബറിലേക്ക് നമുക്ക് അതിന്റെ ഒരു വിഹിതം. ഇവിടുത്തെ പള്ളി കെട്ടാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളി കെട്ടി പള്ളിക്കകത്ത് ആരെങ്കിലും കയറി നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തും. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലദുൻ സാലിഹുൻ യദഉ ലഹു, ദുആ ചെയ്യുന്ന മക്കൾ എന്ന് പറഞ്ഞു നിർത്തിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ. സാലിഹ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. നല്ല മക്കളെന്നല്ല പറഞ്ഞത്. നല്ല മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വഅദ് കേൾക്കും, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, സ്വലാത്ത് പറയും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാട്ടി കൊണ്ട് തിരിഞ്ഞിട്ടാ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അത് നിങ്ങൾ വ്യക്തമായി കേൾക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സാലിഹായ മക്കൾ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. കാരണം ഈ സാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാം ചെയ്യും. പക്ഷെ ചില ആൾക്കാർ വാപ്പായും ഉമ്മായും മരിച്ചാൽ കഴിഞ്ഞു, അസ്സലാമു അലൈക്കും, അവരുടെ കാര്യം അവർ നമ്മുടെ അങ്ങനത്തെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എങ്ങനെ പറഞ്ഞത്? ദുആ ചെയ്യണം. പള്ളിപ്പറമ്പിൽ വന്ന് നിന്നിട്ട് വാപ്പായ്ക്കും ഉമ്മായ്ക്കും വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഇല്ലെങ്കിൽ കടന്ന് കരയേണ്ടി വരും ഖബറിൽ കിടന്നിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പള്ളിയൊന്നും പറയുന്നില്ല, മയ്യത്ത് ഖബറടക്കാൻ സമയത്ത് കൊണ്ട് ഖബറടക്കി. തൽക്കീനൊന്നുമില്ല ഉസ്താദ്, ഒന്നുമില്ല. അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമ്പോൾ അവന്റെ സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ റബ്ബറും ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഹാമി പോലും പറയുന്നില്ല അവൻ. അവന്റെ ഉമ്മ എത്ര കരഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുത്തനെയാണോ അല്ലാഹ് ഞാൻ 9.5 മാസം ചുമന്ന് പ്രസവിച്ചത്. അപ്പം നമുക്ക് വേണ്ടത് നമുക്ക് ദുആ ചെയ്യുന്ന മക്കളാ. അള്ളാഹു നമുക്ക് ദുആ ചെയ്യുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ നമ്മുടെ ഖബറിന്റെ അകത്ത് നമുക്ക് കൂട്ടായി വരും. ഈ 3 കാര്യങ്ങളെ വരത്തുള്ളൂ. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് മരണത്തിന് ശേഷം പ്രയോജനം ചെയ്യൂ. അപ്പൊ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ ഒരാൾക്കാരെ, പക്ഷെ ഇവരെല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ വരുന്നുള്ളൂ. ഏതെങ്കിലും ചിലര് പറയാറുണ്ട്, എൻ്റെ ഉമ്മാനെ എനിക്ക് വലിയ ഇഷ്ടമാ, എൻ്റെ വാപ്പാന് വലിയ ഇഷ്ടമാ, പക്ഷെ ഉമ്മാടെ കൂടെ ഖബറിന്റെ അകത്തൊന്നും കിടക്കണ്ട, പുറത്തെങ്കിലും നിൽക്കാറുണ്ടോ നമ്മൾ? എല്ലാ ദിവസവും സ്വന്തം ഉമ്മാടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും പൊക്കോ, ഒരു 5 മിനിറ്റ് ഞാനിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പള്ളിക്കാട്ടിലെ ഖബറിന്റെ അടുക്കൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരാന്നറിയാവോ? ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ. നിങ്ങളൊക്കെ മയ്യത്തടക്കാൻ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പള്ളിക്കാട്ടി മയ്യത്തടക്കാൻ പോയിട്ടുള്ളവർ. മലയാളം അറിയില്ലേ ഇപ്പൊ നിങ്ങൾക്ക്?
ഖബറടക്കാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവരൊന്ന് കൈവക്കാൻ. ഊട്ടി പോയവരല്ലേ ഞാൻ ചോദിക്കണത്, ഖബറും കാട്ടിൽ എന്താ അരക്കയ്യന്മാരുണ്ടോ ഇവിടെ? ഇല്ല ഉസ്താദ്, ഞാൻ അവിടെ കേറത്തു പോലും ഇല്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചിലർക്ക് പിന്നെ പള്ളിക്കാട്ടിൽ തന്നെ എടാ വയത് പറയുന്ന തന്നെ ഞാനൊരാളോട് നിങ്ങൾ എന്താ എനിക്ക് മയ്യത്ത് കാണുന്ന പേടിയാ. ചിലർക്ക് മരണ വീട്ടിൽ പോകാൻ തന്നെ പേടി. അപ്പൊ പള്ളിക്കാട്ടിൽ പോയപ്പോഴേ ഏറ്റവും അവസാനം ഖബറിന്റെ ചാരത്ത് നിന്ന് പോയതാരാ ഓർമ്മയുണ്ടോ? ആരാടാ മുത്തല്ലി മക്കളെ പോണത്? ആരാ പോണേ? ഇവിടുത്തെ മക്കളെ ഖുർആൻ ഓതാൻ വിടുവോ? മരിച്ചു കിട്ടി പോണ? അല്ലാഹു അഅലം. ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു കാലം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി വരും, ഉസ്താദ് പറയാം 5 പേര് പോകാൻ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഓതാൻ വേണ്ടി ഒരു വണ്ടി വരും, ഞങ്ങൾ കയറിപ്പോവും. ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആർക്ക് വേണ്ടി അള്ളാഹ് ഓതണേന്ന്. കാരണം പറഞ്ഞാൽ രാത്രി മൊത്തവും ഇരുന്ന് ഓതണം. നമ്മളെങ്ങാണ് ഈ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് തൂങ്ങിയ ഒരു പ്രായമുള്ള ആള് കാണും, ഇങ്ങനെ നാക്കും. എനിക്ക് എന്റെ അനുഭവം ഞാൻ പറയണം, നിങ്ങൾക്കുണ്ടെന്ന് അറിയത്തില്ല. നമ്മള് മരണ വീട്ടിൽ പോയിരുന്നിട്ട് മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ രാത്രി 1 മണിയായി 2 മണിയായി 3 മണിയായി ഈ ഓതിക്കൊണ്ടിരിക്കണ മുത്തല്ലിം ഒന്ന് തൂങ്ങിപ്പോയ അവിടെ ഇരുന്നുകൊണ്ട് ഉപ്പാപ്പ സൗണ്ട് ഉണ്ടാക്കും. എന്നാൽ ഈ മരിച്ചു കിടക്കുന്നവന്റെ മോൻ അവിടെ സുഖമായിട്ട് കിടന്ന് പോത്തു വലിക്കണ പോലെ വലിച്ചും കിടക്കുക. ഒന്നാലോചിക്ക്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് പലപ്പോഴും എന്റെ ജീവിതത്തിൽ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് അല്ല ഇത് ആർക്ക് വേണ്ടിയോ ഓതണേ? നമ്മുടെ വാപ്പയ്ക്കായിരുന്നെങ്കിൽ അത്രയെങ്കിലും. സ്വന്തം മക്കളുടെ അവസ്ഥയാ പറഞ്ഞ് മക്കൾ അപ്പുറത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക, ഇവിടെ മുത്തല്ലിങ്ങൾ. അള്ളാഹുവേ പടച്ചവൻ. പിന്നെ നമുക്ക് അതിന്റെ പ്രതിഫലമെങ്കിലും കിട്ടൂടാ മക്കളെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ മയ്യത്ത് ഖബറടക്കാൻ പോയാൽ ഖബറിന്റെ ചാരത്ത് നിന്ന് അവസാനം പോകുന്നതാരാ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ആരായിരിക്കും? മോനോ അല്ലെങ്കിൽ കൂടപ്പുറപ്പോ? അല്ലടാ ചങ്ങാതി, ഖബറ് വെട്ടുന്നവൻ. കാരണം മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അവന്റെ ആയുധം എടുക്കാൻ വേണ്ടിയാ. അവന്റെ പണിയായുധം എടുക്കണമല്ലോ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ചാരത്ത് നിന്ന് ആരു പോയാലും മോനെ നീ പോകരുത്. നിന്റെ വാപ്പാടെ മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഉമ്മയുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ആ ഖബറിന്റെ ചാരത്ത് നീ നിൽക്കണം. ആര് പോയാലും നീ പോകരുത്. ഒരു 5 മിനിറ്റെങ്കിലും നീ ഒന്ന് നിൽക്ക്. ഒരു 40 ആയത്ത് ഓതുന്ന സമയം, ഒരു 40 ആയത്ത് ഓതുന്ന സമയമെങ്കിലും നീ ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിന്നൊന്ന് ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? ഈ ഖബറിൽ കിടക്കണ മനുഷ്യൻ നോക്കും, എല്ലാവരും ഇങ്ങനെ മയ്യത്തടക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ പോവാ. ആരാ പോണത്? എന്റെ ചങ്കെന്ന് വിളിച്ചിരുന്ന പോന്ന എന്റെ ചങ്ക്, അവനാ ആദ്യം പോണേ. അത് കഴിഞ്ഞപ്പോ കൂടപ്പുറപ്പുകൾ പോയി, കുടുംബക്കാര് പോയി, എല്ലാരും ഇങ്ങനെ പോകുന്നുണ്ട്. സ്വന്തം മക്കള് പോയാൽ ഖബറിൽ കിടക്കുന്ന ആള് ചിന്തിക്കുക അത്രേ, അല്ലാഹ് ആര് മറന്നാലും എന്റെ മോൻ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നോല്ല, എന്റെ മോന് ഇത്രയും പെട്ടെന്ന് എന്നെ കുഴി വെച്ചതല്ലേ ഉള്ളു, മറന്നുപോയോ? എന്നാൽ എല്ലാവരും പോയി ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് സ്വന്തം മകൻ നിന്ന് കഴിഞ്ഞാൽ ആ വാപ്പ സന്തോഷിക്കും, ആരു പോയാലും എന്റെ മോൻ പോയില്ലല്ലോ. അതൊരു ധൈര്യമാണ്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്നാമത്തെ മനുഷ്യൻ ഇങ്ങനെ 7 ചുവട്ടടി വെക്കുമ്പോ തന്നെ 2 മലക്കുകൾ വരുമെന്ന്. ആ ഖബറിന്റെ അകത്ത് മലക്കുകൾ ഇറങ്ങി വരുമ്പോ വാപ്പായ്ക്കൊരു ധൈര്യമുണ്ട്, മുകളിൽ എന്റെ മോൻ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ധൈര്യം. ആ മലക്കുകൾ കടന്നു വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഖബറിന്റെ മുകളിൽ നിന്നിട്ട് തന്റെ പൊന്നാര മകൻ, എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് യാസീൻ ഓതി ദുആ ചെയ്യണേ. എന്തിനാ മോനെ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതാൻ പറയുന്നത്? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് പടച്ചവനെ എല്ലാവരും പോയി കഴിയുമ്പോ ഉസ്താദ് വന്ന് യാസീൻ ഓതി ദുആ ചെയ്തു, എല്ലാവരും പോയി. എല്ലാവരോടും പറയണം, നിങ്ങൾ പൊക്കോ എന്റെ ബാപ്പാടെ ഖബറിന്റെ ചാരത്ത്. എനിക്കൊരു 5 മിനിറ്റ് നിൽക്കണം, എനിക്കൊരു 10 മിനിറ്റ് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതണേ. യാസീൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ?
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് 40 ദിവസം അല്ലാഹു രക്ഷ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഓതിയാൽ 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ബാപ്പയുണ്ടല്ലോ, 6 അടി മണ്ണിനകത്ത് കിടക്കുന്ന ഉമ്മയുണ്ടല്ലോ, അല്ലാഹു 40 ദിവസത്തോളം അവരുടെ അദാബുകൾ കുറച്ചു കൊടുക്കും, മാറ്റിക്കൊടുക്കുമെന്ന് അവിടുന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തേ പറഞ്ഞു വന്നതെന്നറിയുമോ? 33 വർഷക്കാലം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്നിട്ട് ആതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന, ഉസ്താദേ, ആരെയൊക്കെ സ്നേഹിച്ചാലും പള്ളിപ്പറമ്പ് വരെ വരൂ, എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതാരുമാകട്ടെ, അവരെല്ലാവരും ഇലാ ഖബരിഹി ഇദാ വസല ഇലാ ഖബരിഹി, എല്ലാവരും എന്റെ ഖബറിന്റെ ചാരത്ത് വരെ വരുന്നുള്ളൂ, അവിടെ വരെ എല്ലാവരും പോകുന്നുള്ളൂ. ഈ കാഴ്ച ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദേ, ഞാനൊരു സുഹൃത്തിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. എന്റെ കൂടെ ഖബറിന്റെ അകത്ത് കടന്നു വരുന്ന, നാളെ പടച്ചറപ്പിന്റെ പരലോകം വരെ കടന്നു വരുന്ന ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തീരുമാനിച്ചു. അതാണല്ല, പെണ്ണല്ല, പാവപ്പെട്ടവനല്ല, പണക്കാരനല്ല, സൗന്ദര്യമുള്ളവനല്ല, കറുത്തവനല്ല, പിന്നാരെന്നറിയുമോ? ആതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫജഅൽതു ഹസനാതി മഹബൂബാ, ഞാൻ ആണിനെയല്ല സ്നേഹിച്ചത്, ഞാൻ പെണ്ണിനെയല്ല സ്നേഹിച്ചത്, ഞാൻ പണത്തിനെയല്ല സ്നേഹിച്ചത്, ഞാൻ അധികാരത്തെയല്ല സ്നേഹിച്ചത്, ഞാൻ പിന്നെ സ്നേഹിച്ചത് എന്തിനെന്നറിയുമോ? അമലുകളെ, സ്വാലിഹായ സൽക്കർമ്മങ്ങളുണ്ടല്ലോ, പടച്ചവനെ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ വിചാരിക്കും ഏറ്റവും വലിയ രസമുള്ളത്, ഏറ്റവും വലിയ ആനന്ദമുള്ളത്, ഏറ്റവും വലിയ സുഖമുള്ളത് അതൊരു സുന്ദരിയായ പെണ്ണിന്റെ കൂടെ ബൈക്കില് പുറകിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴാണെന്ന് കരുതിയെങ്കിൽ ഇല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ സ്നേഹിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹുവേ, ഇബാദത്തുകളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു, നമസ്കാരത്തിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു, ഖുർആൻ ഓതുന്നതിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു, സ്വലാത്ത് പറയുന്നതിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയില്ലോ, 3 കാര്യങ്ങളാണ് ഖബറിൽ വരുന്നത്. 1 ചെയ്ത സദഖ, ജാരിയായ സദഖ. 2 ദുആ ചെയ്യുന്ന മക്കള്. പിന്നെ പ്രയോജനം ചെയ്യുന്നത് നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ സ്വലാത്തും നിന്റെ ദിക്റും നിന്റെ ഖുർആൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അവസാന പ്രവാചകം പറഞ്ഞതിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹിക്കണമടാ ചെറുപ്പക്കാരാ. നമസ്കാരത്തിനെ സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? നമസ്കാരത്തിനെ സ്നേഹിക്കുന്നത്, ആ നമസ്കാരം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുഖമെന്നറിയുമോ, എന്തൊരാനന്ദമെന്നറിയുമോ, എന്തൊരു രസമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഇബാദത്തുകളെ സ്നേഹിക്കാൻ കഴിയണം, നിസ്കാരത്തെ സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ആരാണടാ ചെറുപ്പക്കാരാ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബിനെ നിനക്കറിയുമോ? നിന്നെ പോലെ വിചാരമുള്ള, പച്ചയിറച്ചിയുള്ള, സ്വപ്നങ്ങളും മോഹങ്ങളുമുള്ള, രക്തത്തൊളിപ്പുള്ള ചെറുപ്പക്കാരനാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു.
വിവാഹം പോലും കഴിച്ചിട്ടില്ല. ആ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ട് വന്നു. തൂക്കി കൊല്ലുന്നതിന് വേണ്ടി കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. ഹുബൈബിനെ കൊല്ലാൻ പോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ പോകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ ഹുബൈബിനെ തൂക്കാ സമയമായപ്പോ ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, ആരാണ് ശത്രുക്കൾ എന്നറിയുമോ? ഹുബൈബിന്റെ കൂട്ടുകാരാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചങ്ങാതിമാരാ. അവര് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ പുതിയ മതത്തിൽ നീ നടക്കുന്നത്? നീ ചെറുപ്പക്കാരനാണടാ, അടിച്ചു പൊളിക്കണ്ട പ്രായമാണടാ. ഏത് പെണ്ണിനെ കാണിച്ചതെന്നാലും നിന്റെ കൂടെ കിടത്താവടാ. നിനക്ക് പണം തരാ, നിനക്ക് അധികാരം തരാ. ഈ മതം കളന്നിട്ട് ഞങ്ങളുടെ കൂടെ വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറല്ല. അവര് പറഞ്ഞു, എങ്കിലും മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, അല്ലാഹുവിന്റെ റസൂലിനെ ഒരു ചീത്ത പറഞ്ഞാ, എന്തെങ്കിലും മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൊല്ലുകയില്ല, ജീവനോടെ തിരിച്ചു വിട്ടേക്കാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവസാനം കൊല്ലാ സമയമായപ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ശത്രുക്കൾ ചോദിച്ചു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു ഓഫർ തരാ. നിന്റെ അവസാനത്തെ മോഹം എന്താ? നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? കേൾക്കടാ ചെറുപ്പക്കാരാ, പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ പള്ളിക്കകത്ത് കയറാൻ മടി കാണിക്കുന്നവന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഹുബൈബിനോട് ചോദിക്കുകയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താടാ ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്ക് സമയം തരുമോ? എടാ ചെറുപ്പക്കാരാ, ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്കൊരവസരം തരുമോ? അതാണ് എന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം. അല്ലാഹുവേ, അവിടെ അനുവാദം കൊടുത്തടാ പൊന്നുമോന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തു, 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നമസ്കാരം പൂർത്തീകരിച്ചത്. 2 ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോ ഹുബൈബ് തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാ. സുജൂദിൽ കിടന്ന് കരയുകയാ. എന്തേ പറയുന്നതെന്നറിയുമോ? അല്ലാഹുവോട് സംസാരിക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവോട് സുജൂദിൽ കിടന്ന് സംസാരിക്കുകയാ. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ മുനാജാത്താണല്ലോ. പടച്ച റബ്ബിനെ കാണാൻ പറ്റുമല്ലോ, പടച്ച റബ്ബിനോട് സംസാരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു മറയുമില്ലാതെ അല്ലാഹ് നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടടാ. കാണടാ ചെറുപ്പക്കാരാ, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നിട്ട് കരയുകയാ. എന്നിട്ട് പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാഹ്, എപ്പോ നമസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാണ് ഹുബൈബ് ഓതാറ്. എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് പെട്ടെന്ന് നിർത്തിപ്പോയി തമ്പുരാന്. ഇന്ന് ഞാൻ ചെറിയ സൂറത്താണ് ഓതിയത്. മതിയായിട്ടല്ല അല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാഹ്. പിന്നെ എന്തേ നിർത്തിയതെന്നറിയുമോ? എന്റെ നമസ്കാരം എങ്ങാനും നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന് ഇവര് കരുതും തമ്പുരാന്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമസ്കാരം നിർത്തിയത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അതാ നെഞ്ചു പിരിച്ചുകൊണ്ട് കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കയറി ചെന്നിട്ട്, അല്ലാഹുവേ, കഴുത്തിലേക്ക് കയറെടുത്തിടുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല
തആല കഴുത്തിലേക്ക് കയറെടുത്തിട്ടോ പടച്ചവനെ പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ കിബിലയുടെ ഭാഗത്തേക്ക് നിന്നിട്ട് നീ ചാകണ്ടടാ, നീ കിബിലയുടെ നേരെ നിന്നിട്ട് മരിക്കണ്ട. പടച്ചവനെ പിടിച്ച് തിരിച്ചു നിർത്തുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കയറിടുകയാ. എന്നെ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ അഭിലാഷം, ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് വലിയ സൂറത്ത് ഓതാൻ പറ്റാത്തതിന്റെ പേരില് അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ ഹുബൈബ്, എടാ ചെറുപ്പക്കാരാ, എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും പൊന്നുമോര്, ആ നമസ്കാരത്തിനോട് എത്ര ഇഷ്ടമായിരിക്കും പൊന്നുമോര്. ആ ഹുബൈബിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? എടാ നമസ്കാരത്തിന് ഇബാദത്തുകളെ സ്നേഹിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിഫലം ചരിത്രം നിനക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സുന്ദരിയായ പെണ്ണിനെ സ്നേഹിക്കണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിനെയും നീ സ്നേഹിക്കരുത്. നീ സ്നേഹിക്കേണ്ടത് നമസ്കാരത്തെയാണ്. കാരണം ഏറ്റവും വലിയ ആനന്ദവും സുഖവും സന്തോഷവും സമാധാനബന്ധനം എന്നത് നിസ്കാരമാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് പടച്ചറപ്പ് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ശത്രുക്കൾ കഴുത്തിൽ കയറിടുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ അവര് കയറിട്ടിട്ട് മുറുക്കുമ്പോ ഹുബൈബ് തങ്ങളുടെ ശരീരത്തിലേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി അവര് കുത്തിയെടുക്കുകയാ. അവസാന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിന്നിട്ട് ചിരിക്കുകയാണ്. ശത്രുക്കള് താഴെ നിന്നിട്ട് ചിരിക്കുകയാ. കാരണം ഒരുത്തനെ ജീവനോടെ കൊല്ലുകയല്ലേ, പടച്ചവനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയല്ലേ. അവിടെന്ന് ചരിത്രം പറയുന്നു, അവസാന കഴുകുമരത്തിലിട്ടിങ്ങനെ തൂക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ മരണവപ്രാളത്തിൽ കിടന്ന് തൂങ്ങുന്ന സമയത്ത് പിടയുമ്പോ താഴെ നിന്നവന്മാര് മുഴുവനും ചിരിക്കുകയാ. അവരൊക്കെ കളിയാക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഹുബൈബിനോട് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാ ഹുബൈബേ, എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ നീ കരയുന്നത്? നോക്കടാ ഹുബൈബേ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാ. പട്ടുവസ്ത്രം കൊണ്ട് നിൽക്കുന്നടാ ഹുബൈബേ, എന്തിനാടാ ഹുബൈബേ നീ കരയുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് മലക്കുകൾ പറയുന്നു, നോക്ക്, ഏഴാകാശവും തുറന്ന് പടച്ച റബ്ബിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാ. കരയുകയാണോടാ ഹുബൈബ്? പേടിക്കല്ലേ ഹുബൈബ്, വിഷമിക്കല്ലേ ഹുബൈബ്. താഴെ നിന്ന് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് നീ വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി, നിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചരിത്രമെടുത്ത് വായിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. ആ കഴുകുമരത്തിൽ കിടന്ന് മുറുകുമ്പോഴും മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ മുഖത്ത് നോക്കി കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
വെട്ടുന്നത് പോലെ, ഇടിവെട്ടുന്നത് പോലെ കണ്ണ് തള്ളിപ്പോയടാ ചെറുപ്പക്കാരാ. അവരുടെ ഹൃദയങ്ങൾ പിടഞ്ഞു പോയടാ. കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോഴും ഹുബൈബ് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കിയടാ ചെറുപ്പക്കാരാ, നമസ്കാരത്തിന് വല്ലാതെ സ്നേഹിച്ചിരുന്ന ഹുബൈബിന്റെ മുഖത്ത് നോക്കുകയാണ്. തൂങ്ങിച്ചത്തവനെ പോലെയല്ല കിടന്നത്. കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നപ്പോ നിന്നെ പോലെ കണ്ണ് തള്ളിയിട്ട് നാവ് കടിച്ചിട്ട് ഇങ്ങനെയൊന്നുമല്ല കിടന്നത്. കൊന്നുകഴിഞ്ഞ പാവന്മാര് വന്ന് നോക്കുന്നു ഹുബൈബിന്റെ മുഖത്ത്. തൂങ്ങിച്ചാവുന്നവന്റെ അവസ്ഥ കണ്ടിട്ടുണ്ട്. കണ്ടാൽ തന്നെ പേടി തോന്നും. അള്ളാഹു കാക്കുമാറാകട്ടെ.